കരുണാമയനായ ഈശോയെ, അങ്ങ് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ശക്തിയും കൃപയും സൗഖ്യം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നേ ദിനം നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, ബർത്തമിയൂസ് എന്ന അന്ധൻ വഴിയരികിലിരുന്നു കൊണ്ട് അങ്ങയെ വിളിച്ച് കരഞ്ഞപ്പോൾ അവൻ്റെ കരച്ചിൽ കേട്ട് അങ്ങ് നിന്നു. അവനെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാൻ പറയും. അവൻ വിളിച്ചത്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണം. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും നിലവിളി കേട്ടുകൊണ്ട് അവർക്ക് ഉത്തരം നൽകുന്ന കാരുണ്യവാനായ കർത്താവേ, അവനോട് നീ ചോദിച്ചു, നിനക്ക് എന്തു വേണം? എനിക്ക് കാഴ്ച വേണം. തൽക്ഷണം തന്നെ അവന് സൗഖ്യം നൽകുന്ന കർത്താവിനെയാണ് കാണുക. നമ്മുടെ ഒരു ആവശ്യവും നിരേഖിക്കാത്ത ഒരു ദൈവം, നിലവിളിയോടുകൂടി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ യാചനകളെയും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. അവന് കിട്ടിയ ഒരു അവസരമാണതെന്ന് അവൻ അറിയാമായിരുന്നു. പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് അവസരങ്ങൾ വരും. അവസരങ്ങളെയൊക്കെ പലപ്പോഴും നമ്മൾ തട്ടിക്കളയാറാണ്. അത് കർത്താവ് കടന്നു വന്ന വഴിയിൽ അവൻ കേൾക്കുന്നുണ്ട് ആരവത്തിൻ്റെ സ്വരം, ജൈവിളികളുടെ സ്വരം, സൗഖ്യത്തിനായിട്ടുള്ള പരക്കം പാച്ചിലുകൾ. തന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് അവനറിയാം, ഒരുവൻ മാത്രം, കർത്താവായ യേശു. അതുകൊണ്ടാണ് അവൻ വിളിച്ചത്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, ഞങ്ങളിൽ കനിയണം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കണം. ഞങ്ങളുടെ നിലവിളിയുടെ സ്വരം കേൾക്കണമേ. പീഡകൾ അനുഭവിക്കുന്ന ധാരാളം പേര്, ഈ പ്രളയത്തിനിടയ്ക്ക് അസ്വസ്ഥപ്പെടുന്ന ധാരാളം പേര്, വീടുകൾ നഷ്ടപ്പെട്ടവർ, ഒഴുക്കിൽപ്പെട്ടവർ, സമ്പാദ്യം മുഴുവൻ ഒഴുകിപ്പോയവർ, കാരുണ്യവാനായ കർത്താവേ, ഉണ്ടായിരുന്ന കൂരകൾ പൊളിഞ്ഞു പോയവർ, ജീവിതത്തിലെ പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നവർ, ഉണ്ടായിരുന്ന ബിസിനസ്സുകളൊക്കെ തകർന്നു പോയവർ, ഇവരെല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ സമർപ്പിക്കും. നിന്റെ കരുണയും സ്നേഹവും ഇവരുടെ മേലൊഴുകി ഇവരെ നീ വിശുദ്ധീകരിക്കണം. ഈശോ, ദിവസത്തെ ഇത് അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കണം. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം നീ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം. ദൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തിൽ അപകടങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം സ്വർഗീയ ദർശനങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ രാത്രി നിങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം.